നമുക്കറിയാം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ വമ്പൻ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടുന്ന യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. ഏകദേശം 2023-24 കണക്കനുസരിച്ച് 21,000 കോടി രൂപയുടെ കയറ്റുമതിയാണ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ പ്രതിരോധ മേഖല എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ഈ പറയുന്ന വികസനങ്ങൾ നടക്കുന്നില്ല എന്ന് വേണം പറയാൻ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം. ഇന്ത്യയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണവും വികസനവും വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ ചൈന നിർമ്മിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈന അത് കടലിൽ പരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം പുലർത്തുന്നതിന് വേണ്ടി ചൈന പല രീതിയിലുള്ള പ്രകടനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈനയോടൊപ്പം തന്നെ കടപിടിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പൽ ഇന്ത്യക്കും വേണം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ആവശ്യം തന്നെയാണ്. US നേവിയുടെ നിമിറ്റ്സ് ക്ലാസും ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസും വിമാനവാഹിനി കപ്പലുകൾ കഴിഞ്ഞാൽ ഇപ്പോൾ 2ാം സ്ഥാനം കൈയടക്കിയിരിക്കുകയാണ് ചൈന. US നേവിയുടെ നിമിറ്റ്സ് ക്ലാസ് എന്ന് പറയുന്നത് 87,000 മെട്രിക് ടണ്ണും ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് എന്ന് പറയുന്നത് 1,00,000 മെട്രിക് ടണ്ണുമാണ്. ഇപ്പോൾ അതിനുശേഷം 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ചൈന. ഇപ്പോൾ ചൈനയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ ഷാങ്ഹായിലെ ചിയാങ്നാൻ കപ്പൽശാലയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. ഏകദേശം 80,000 മെട്രിക് ടൺ ഭാരമുള്ള ടൈപ്പ് 003 ക്ലാസ് യുദ്ധ കപ്പലാണിത്. ഇതിന്റെ ആദ്യ കടൽ പരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ. ആഗോളതലത്തിൽ ഒരു പ്രധാന നാവിക ശക്തിയായി സ്വയം അവകാശപ്പെടാനുള്ള ചൈനയുടെ അഭിലാഷത്തിന് ഇപ്പോൾ അടിവരയിട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമായി 13 നാവിക സേനകൾക്ക് 42 വിമാനവാഹിനി കപ്പലുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത്, ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത് US കപ്പലാണ്. ഇപ്പോഴിതാ ചൈന 2ാം സ്ഥാനം കൈയടക്കിയിരിക്കുന്നു. 2012 ചൈന തങ്ങളുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ലിയോണിംഗ് കമ്മീഷൻ ചെയ്തത്. 2019 2ാമത്തെ കാരിയറായ ഷാൻഡോങ് വിക്ഷേപിച്ചു. ഷാൻഡോങ് ആകട്ടെ ചൈന തദ്ദേശീയമായിട്ടാണ് നിർമ്മിച്ചിരുന്നത്. അതേസമയം ലിയോണിംഗ് ആവട്ടെ ഉക്രൈന്റെ പൂർത്തിയാകാത്ത വിമാനവാഹിനി കപ്പൽ ചൈന പുനർനിർമ്മിച്ചതാണ്. 2050 10ലധികം വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കുക എന്ന അതിമോഹമായ ലക്ഷ്യമാണ് ചൈനയ്ക്കുള്ളത്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ചൈന ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ചൈനയുടെ ഈ വിമാനവാഹിനി കപ്പലുകളെ പറ്റി എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ചൈന നിർമ്മിച്ചിരിക്കുന്ന 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യ ആവട്ടെ തങ്ങളുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. 1961 UK-യിൽ നിന്ന് HMS ഹെർക്കുലീസ് എന്ന വിമാനവാഹിനി കപ്പൽ സ്വന്തമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ മാത്രമാണ് ഉള്ളത്. റഷ്യയിൽ നിന്ന് ഏറ്റെടുത്ത INS വിക്രമാദിത്യ, അതുപോലെ തന്നെ ഇന്ത്യ ആദ്യമായി രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്. രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ച നമ്മുടെ INS വിക്രാന്തിന് 14 ഡെക്കുകളും 2300 കമ്പാർട്ട്മെന്റുകളുമുണ്ട്. കൂടാതെ 1700 ജീവനക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ വളരെ മുന്നിലാണ്. ധാരാളം മുന്നേറ്റങ്ങൾ ഇന്ത്യ കൈവരിക്കുന്നുമുണ്ട്. തദ്ദേശീയമായി തന്നെ ഇന്ത്യ ഇപ്പോൾ ധാരാളം യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന് വേണ്ടിയുള്ള പുരോഗതി വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ചൈനയുടെ ഈ അതിവേഗ വിമാനവാഹിനി കപ്പലിന്റെ വികസനവും ഇന്ത്യയുടെ മന്ദഗതിയിലുള്ള കപ്പലിന്റെ പുരോഗതിയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നാവിക വികസനത്തിന് കൂടുതൽ പരിഗണന നൽകണം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫുജിയാനുമായി ചൈന അതിന്റെ കഴിവുകൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന് വേണ്ടി ഇന്ത്യയുടെ പദ്ധതികൾ അംഗീകാരം ലഭിച്ചിട്ടില്ല. വിമാനവാഹിനി കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും താരതമ്യ പ്രാധാന്യത്തെ ചൊല്ലി ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങൾക്കുള്ള തർക്കം മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ പരിപാടി ഒരു പരിധി വരെ വൈകിപ്പിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു വൻ ശക്തിയായി ആധിപത്യം പുലർത്താൻ വേണ്ടി ചൈന ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള പ്രകടനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2050 10ലധികം വിമാനവാഹിനി കപ്പലുകൾ ചൈന ലക്ഷ്യമിടുന്നതിനാൽ ഇന്ത്യൻ സൈനികത്തിന്റെ നാവിക നവീകരണം വളരെ വേഗം തന്നെ ത്വരിതപ്പെടുത്തണം എന്നും മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ വികസനം അതിവേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. കഴിഞ്ഞ നവംബറിൽ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ എത്രയും വേഗം ലഭിക്കുന്നതിന്
പ്രതിരോധ സംഭരണ ബോർഡ് സർക്കാരിന് മുമ്പാകെ നിർദ്ദേശം സമർപ്പിച്ചെങ്കിലും ഇതിപ്പോഴും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. മാത്രമല്ല, നാവിക ആസ്ഥാനം വലിയ വിമാനവാഹിനി കപ്പലുകൾക്കായുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇന്ത്യ മൂന്നാമതായി നിർമ്മിക്കുന്ന വിമാനവാഹിനി കപ്പലിന് 45,000 ടൺ സ്ഥാനചലനം ഉണ്ടാകണമെന്നും ഏകദേശം 40,000 കോടി രൂപ ചെലവ് വരുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത് ചൈനയുടെ ഫുജിയാനെക്കാട്ടിലും പുറകിലാണ്. ചൈനയുടെ ഫുജിയാൻ 80,000 മെട്രിക് ടൺ ഭാരമുള്ള കപ്പലാണ്. ഇന്ത്യ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് 45,000 ടണ്ണാണ്. ഇന്ത്യയുടെ ഈ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ 2022 സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്ത INS വിക്രാന്ത് മാതൃകയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും താരതമ്യങ്ങൾക്കിടയിലുള്ള ചർച്ചകൾക്കിടയിൽ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പൽ പദ്ധതി കാലതാമസം നേരിട്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അന്തർവാഹിനികളും വിമാനവാഹിനി കപ്പലുകളും രണ്ടും നിർണായകമാണെന്നാണ് നാവിക വിദഗ്ധർ വാദിക്കുന്നത്. കടൽ നിഷേധത്തിന് അന്തർവാഹിനികൾ മികച്ചതാണെങ്കിൽ കടൽ നിയന്ത്രണത്തിനും പവർ പ്രൊജക്ഷനും വിമാനവാഹിനി കപ്പലുകൾ ആവശ്യമാണ്. ചൈനയുടെ ഫുജിയാനെ പറ്റി നാവിക നിരീക്ഷകർ പറയുന്നത് ഇത് വിമാനവാഹിനി കപ്പലുകളിലെ ഏറ്റവും വലിയ കപ്പൽ എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിലൊരു വൈദ്യുതകാന്തിക വിമാന വിക്ഷേപണ സംവിധാനമുള്ള അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ട്. ചൈനയുടെ ഈ വിമാനവാഹിനി കപ്പൽ 2022 ജൂൺ 17 ഷാങ്ഹായിലെ ജിയാങ്നാൻ കപ്പൽശാലയിൽ നിന്ന് വിക്ഷേപിച്ചു. 2026 സർവീസിൽ പ്രവേശിക്കാനാണ് പദ്ധതി. നാവിക നിരീക്ഷകർ വിശ്വസിക്കുന്നത് ചൈനയുടെ ഈ ഫുജിയാന് 3000 ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഉണ്ടെന്നും 57 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും 316 മീറ്റർ നീളമുള്ള ഈ യുദ്ധക്കപ്പലിന് 80,000 ടൺ വെള്ളമാണ് നീക്കിവെക്കുന്നതും എന്നാണ്. US പുറത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് ചൈനയുടെ ഫുജിയാൻ. പരമ്പരാഗതമായിട്ടുള്ള ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത്. ഡീസൽ ജനറേറ്ററുകളിലുള്ള പരമ്പരാഗത ആവി ടർബൈനുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കപ്പൽ. 1 വർഷത്തിലധികം ഫുജിയാൻ കടലിൽ പരീക്ഷണവും നടത്തും. ചൈനയുടെ J-15 ഫൈറ്റർ ജെറ്റിന്റെ മെച്ചപ്പെട്ട പതിപ്പുകൾ. ഇത് മാത്രമല്ല, അടുത്ത തലമുറയിലെ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് J-35, അതുപോലെ തന്നെ ഫിക്സഡ് വിങ് വിമാനമായ KJ-600 എന്നിവയുൾപ്പെടെ പുതിയ വിമാനങ്ങളും ഈ ഫുജിയാൻ ഹോസ്റ്റ് ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഇപ്പോൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന 45,000 ടൺ ഭാരമുള്ള IAC-2 ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ ഈ വളരുന്ന നാവിക ശക്തിക്ക് ഒരു ഉത്തരമാകില്ല എന്നതിനാൽ തന്നെ ഇന്ത്യൻ നാവികസേന വളരെ വലിയ വിമാനവാഹിനി കപ്പലിൽ പ്രവർത്തിക്കാൻ സമയമായെന്നാണ് ഇന്ത്യൻ നാവിക വിദഗ്ധർ വിശ്വസിക്കുന്നത്. ചൈനയുടെ വിമാനവാഹിനി കപ്പലിനായി ചൈന കടലിൽ പരീക്ഷണം ആരംഭിച്ചതും ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത കാരിയറിനായുള്ള അനുമതിക്കായുള്ള കാത്തിരിപ്പും തമ്മിലുള്ള വൈരുദ്ധ്യം ഇരു രാജ്യങ്ങളിലെയും നാവിക വികസനത്തിന്റെ വേഗതയിലെ വ്യത്യാസത്തിന് അടിവരയിടുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ ഈ ദ്രുതഗതിയിലുള്ള നാവിക വിപുലീകരണം ചൈനയുടെ തന്ത്രപരമായ ആഗ്രഹങ്ങളെയാണ് ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം ഇന്ത്യയുടെ ആലോചന പ്രക്രിയ പ്രതിരോധ മുൻഗണനകളുടെ സൂക്ഷ്മമായ പരിഗണനയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ചൈന അതിന്റെ നാവിക സാന്നിധ്യം ശക്തമാക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമതുലിതമായ സമുദ്രനില നിലനിർത്താനുള്ള ആധുനികവൽക്കരണ ശ്രമങ്ങൾ വേഗത്തിലാക്കാൻ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വികസനത്തെ പറ്റി, ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലിന്റെ നിർമ്മാണത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.